പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ മക്കളെ, ഇതാ കേട്ടിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പലരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമാണ് അല്ലേ. അപ്പോൾ മലയാളം ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതും SCRT പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള കുറച്ച് ആളുടെ കൃതികളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോഡ് ക്ലാസ് ചോദിച്ചുകൊണ്ട് കോഡ് ക്ലാസ് ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ കുട്ടികൾ കമൻറ്റ് അയക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു കോഡ് ക്ലാസ്സിലേക്ക് പോകാം. അതും മലയാളത്തിൽ SCRTയിൽ വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ പ്രത്യേകിച്ച് അവരുടെ കൃതികളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഈ അടുത്തിടെ നമ്മൾ നോക്കുമ്പോൾ കേട്ടിട്ടായിരുന്നാലും PSC ആയിരുന്നാലും ഒക്കെ കാണുന്നത് SCRT ലെവലിലുള്ള ഇതേപോലുള്ള കൃതികൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ കൃതികളും ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, പക്ഷേ നമുക്ക് സിമ്പിളാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർ കൂടി എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ SCRTയിൽ ആദ്യം പഠിക്കുന്നത് KT മുഹമ്മദിനെ കുറിച്ചാണ്. KT മുഹമ്മദിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, നാടകകൃത്താണ്. കൂടുതലും നാടക മേഖലയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ശോഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനായിട്ടുള്ള ഒരുപാട് കൃതികളും നാടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം മഞ്ചേരിയാണ്. അതേപോലെ തന്നെ കൂടുതൽ പ്രവർത്തനം കോഴിക്കോട് ആണ് അദ്ദേഹം നടത്തുന്നത്. നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ കോഴിക്കോടാണ് നടത്തിയിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു, ഒരു ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജനിച്ചിട്ടുള്ളത് മഞ്ചേരിയിലാണ്. KT മുഹമ്മദ്. KT എന്ന് പറയുന്ന നാമത്തിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. ഓക്കെ, KT. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ് അല്ലേ. കൃതികളാണ് വളരെ പ്രശ്നം. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഒത്തിരി സാഹിത്യകാരന്മാരുടെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാകാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതെല്ലാം ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കഥയിലൂടെ കൃതികൾ നമുക്ക് ഓർത്തു നോക്കാം. കഥ കാണാപ്പാഠം പഠിക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ തന്നെ കൃതികൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു കഥ പറയാൻ പോകട്ടോ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമ്മൾ ആദ്യം പറയുന്നത്? ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അച്ഛനും ബാപ്പയും കേട്ടോ. അച്ഛനും ബാപ്പയും രണ്ട് പേരാണ്. പേരൊന്നും ചോദിക്കേണ്ട കഥയാണല്ലോ, കഥയിൽ ചോദ്യമില്ല. അപ്പൊ അച്ഛനും ബാപ്പയും അവര് ഒരു മേഘസന്ദേശം എന്ന് പറയുന്നൊരു ഫിലിം കണ്ടിട്ട് വരെയാണ്. ഒരു പ്രേതത്തിന്റെ ഒരു ഹൊറർ മൂവിയാണ് മേഘസന്ദേശം എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവി കണ്ടിട്ട് അവരെന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നടന്നാണ് വരുന്നത് അവര്. അപ്പൊ നടന്നു വരുന്ന സമയത്ത് നാൽക്കവല എന്നൊക്കെ പറയില്ല നമ്മള്. ഒരു നാൽക്കവലയിൽ എത്തിക്കഴിഞ്ഞപ്പോ പ്രേതത്തിന്റെ സിനിമ ഹൊറർ മൂവിയൊക്കെ കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ. ഏതാണ് മൂവി? മേഘസന്ദേശം എന്ന് പറയുന്ന മൂവിയാണ്. അത് കണ്ട് ഇങ്ങനെ നടന്നു വന്ന് നാൽക്കവലയിൽ എത്തിയപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണ് അല്ലേ. സാധാരണ നമുക്കറിയാം, മൂവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹൊറർ മൂവിയിൽ പ്രേതത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു പാട്ടായിരിക്കും, ഒരു പ്രേതത്തിന്റെ പാട്ടായിരിക്കും. അതേപോലെ ഒരു പാട്ടുണ്ട്. ഏതാണ് പാട്ട് എന്നറിയാമോ? രാജഹംസമേ മഴവിൽ കൊടിയിൽ എന്നൊട്ടൊരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പാട്ട് കേട്ടപ്പോൾ അവർക്ക് പേടിയായി. എവിടുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്? പെട്ടെന്ന് അവരെന്ത് ചെയ്തു, അടുത്ത് ആ നാൽക്കവലയിലുള്ള ഒരു ഘടികാരം, ഒരു ക്ലോക്ക്, ആ ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ ആ ക്ലോക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകി വന്നത് ചുവന്ന ഘടികാരമായിട്ട് മാറുകയാണ്. ഒരു ചുവന്ന ഘടികാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടാ. ഈ മൂവി കണ്ടു വന്നു. അപ്പൊ നാൽക്കവലയിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് പേടിയായി. ഇവരെന്ത് ചെയ്തു, പിന്നെ ഒന്നും ആലോചിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ. അവർ നേരെ ഓടിയിട്ട് അവിടെ തന്നെ ഒരു ഗ്രാമത്തിന് ഒരു കടൽപ്പാലമുണ്ട്, കടൽപ്പാലം എന്നാ പറയുന്നത്. ആ കടൽപ്പാലത്തിന്റെ അവിടെ എന്ത് ചെയ്തു, കുറേ ദൂരം ഓടിയിട്ട് അവരവിടെ നിന്നു. ആ നിന്നതിന് ശേഷം ആ കടൽപ്പാലത്തില് വെള്ളത്തിലേക്ക് അവർ നോക്കിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഓടി അണച്ചു തന്നെയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഗതച്ചൊരു സമയത്ത് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു അസ്ഥിവാരം കണ്ടു. അപ്പൊ അടുത്ത പേടിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ ആദ്യം പാട്ട് കേട്ടു, പിന്നെ ആ ഘടികാരം ചുവന്ന ഘടികാരമായി മാറി. പിന്നെ കടൽപ്പാലത്തെത്തിയപ്പോൾ അതാ വെള്ളത്തിൽ അസ്ഥി കിടക്കുന്നു കേട്ടോ. ആ സമയത്ത് അവർക്ക് പിന്നെയും പേടിയായി. അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛനും ബാപ്പയും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു അപരിചിതൻ ഇങ്ങനെ നടന്നു വരുന്നു. ഊരും പേരുമില്ലാത്ത ഒരു അപരിചിതൻ ദൂരേന്ന് ഇങ്ങനെ നടന്നു വരുന്നു. അയാൾ ഒരു കണ്ടം വെച്ച കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടം വെച്ച കോട്ട് ധരിച്ചിട്ടുള്ള ഒരു അപരിചിതൻ എന്ത് ചെയ്യാണ്, നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഇവർക്ക് പിന്നെയും പേടിയായി. ഇവരെന്ത് ചെയ്തു, അവിടെ നിന്നും
ഓടാൻ തുടങ്ങി. അവർ നേരെ ഒരു വീടിൻ്റെ അടുത്തെത്തി. പക്ഷേ ആ വീടിൻ്റെ വാതിൽ തുറക്കുന്നില്ല, തുറക്കാത്തൊരു വാതിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു തുറക്കാത്ത വാതിലാണ്. അപ്പോൾ ഈ അപരിചിതൻ, കണ്ടം കോട്ട് വെച്ചിട്ടുള്ള ഈ അപരിചിതൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പിന്തുടരുന്നുണ്ട്. ഈ അച്ഛനും വാപ്പയും പിന്തുടർന്ന് പോരുന്നുണ്ട്. ആ സമയത്ത് അവരുടെ അടുത്തെത്തിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കയ്യിലൊരു കത്തി ഉണ്ട്. ആ കത്തി നിലത്തേക്കെറിഞ്ഞ് ചിരിച്ചിട്ട് ഒരു ഡയലോഗ് മാത്രം പറഞ്ഞു. കേട്ടോ, ചിരിച്ചുകൊണ്ട് ആ കത്തി എന്ത് ചെയ്തു? അവരുടെ മുമ്പിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, സൃഷ്ടി സ്ഥിതി സംഹാരം. ഈ ഒരു സെന്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ തിരിച്ചുപോയി. അപ്പോൾ ഇവരിങ്ങനെ ആകെ അന്താളിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? ഇയാൾ പറയുന്നത് എന്താണെന്ന് ഈ അച്ഛനും ബാപ്പയ്ക്കും മനസ്സിലായില്ല. പക്ഷെ അവിടെ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഭയങ്കര ഒരു കഥയുണ്ട് അല്ലേ? ആ കഥ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറയുന്നത് ആരെ കുറിച്ചാണ് എന്നുള്ളത് അല്ലേ? കെ ടി മുഹമ്മദിന്റെ കൃതികളെ കുറിച്ചാണ്. അപ്പൊ ഇവര് മേഘസന്ദേശം എന്ന സിനിമ കണ്ട് ആദ്യം എത്തുമ്പോൾ ഒരു പാട്ട് കേൾക്കില്ലേ? മേഘസന്ദേശം കഴിഞ്ഞ് വന്ന് എത്തുമ്പോൾ ഒരു പാട്ട് കേൾക്കും അല്ലെ? രാജഹംസമേ എന്നുള്ളൊരു പാട്ട് കേൾക്കും. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. എന്താണ്? കേട്ടോ കേട്ടോ എന്ന് പരസ്പരം ചോദിക്കുന്നുണ്ട് രണ്ടുപേരും. കേട്ടോ, കേട്ടോ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കണക്ട് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? കെ ടി മുഹമ്മദിന്റെ കൃതികളാണ് ഈ പറയുന്നത്. ഓക്കെ, കെ ടി മുഹമ്മദിന്റെ കൃതികളാണ് ഈ പറയുന്നത്. അപ്പൊ ഇനി ഓരോ കൃതികളും ഈ കഥ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ കേട്ടോ കേട്ടോ, ആ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വന്നോട്ടോ. കേട്ടോ കേട്ടോ എന്നുള്ളത് ഓർമ്മ വരണം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? കെ ടി മുഹമ്മദിന്റെ പ്രധാന കൃതികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ എന്നാൽ രണ്ട് കഥാപാത്രത്തെ പറഞ്ഞു, അച്ഛനും ബാപ്പയും അല്ലേ? അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നു അച്ഛനും ബാപ്പയും. കേട്ടോ, അച്ഛനും ബാപ്പയും അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. അപ്പോ എന്താണ്? മേഘസന്ദേശം എന്ന് പറയുന്ന സിനിമ, ഒരു ഹൊറർ മൂവി കണ്ടിട്ടാണ് അവർ വരുന്നത്. മേഘസന്ദേശം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. അങ്ങനെ നാൽക്കവലയിൽ അവരെത്തുന്നു. നടന്ന് നാൽക്കവലയിൽ എത്തുന്നു. നാൽക്കവലയിൽ എത്തുമ്പോഴാണ് മറ്റേ പാട്ട് കേൾക്കുന്നത്. ഏത്? രാജഹംസമേ. അപ്പൊ ബാപ്പ അച്ഛനോട് ചോദിക്കാണ് കേട്ടോ. അപ്പൊ ആ കേട്ടോ തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ. ആ കേട്ടോ ഇളയ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കേറ്റിയായിട്ട് കണക്ട് ചെയ്യണം. കാരണം ഈ കൃതികൾ ആരുടേതാണ് എന്ന് നമുക്ക് ഓർമ്മ വരണം. ഇന്ന കൃതി ഇന്നത് ആളുടേതാണ്, ഇന്ന കഥയിലുള്ളതാണ്. ആ കഥ അല്ലെങ്കിൽ ആ ഒരു കഥയെ നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇന്ന വ്യക്തിയുടേതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാൽക്കവല ഏത് പാട്ടാണ്? രാജഹംസമേ എന്നുള്ളത്. അപ്പൊ രാജഹംസം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ആ സമയത്ത് ഈ പാട്ട് കേട്ട പേടിയായി അവരെന്ത് ചെയ്തു? ഒരു ഘടികാരമുണ്ട്, ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വരുന്നു അല്ലെ? അങ്ങനെ ചുവന്ന ഘടികാരമായി, ചുവന്ന ഘടികാരം. കേട്ടോ, ചുവന്ന ഘടികാരം അദ്ദേഹത്തിന്റെ, കെ ടി മുഹമ്മദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇതുകൂടി കണ്ടപ്പോൾ അവർക്ക് പേടിയായല്ലേ? അവരെന്ത് ചെയ്തു? അവർ നേരെ ഓടി. ആ ഓട്ടം ചെന്ന് നിന്നത് എവിടെയാണ്? ഒരു കടൽപ്പാലത്തിലാണ് അല്ലേ? കടൽപ്പാലം ദാ കിടക്കുന്ന അടുത്ത അദ്ദേഹത്തിന്റെ ഏരിയ കടൽപ്പാലത്ത്. ആ കടൽപ്പാലത്തിൽ നിന്നുകൊണ്ട് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു അസ്ഥിക്കൂടം എന്ന് പറഞ്ഞില്ലേ? ദാ അസ്ഥിവാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത കൃതി. അസ്ഥിവാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തൊരു കൃതിയാണ്. ഈ സമയത്ത് പേടിച്ചോടാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു അപരിചിതൻ, ഊരും പേരുമില്ലാത്ത, ഊരും പേരും അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപരിചിതൻ അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതേപോലെ തന്നെ ആ അപരിചിതൻ ധരിച്ചിട്ടുള്ള വസ്ത്രം എന്തായിരുന്നു? കണ്ടം വെച്ച കോട്ട് അല്ലെ? കണ്ടം വെച്ച കോട്ടും അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഇത് കൂടി കണ്ടപ്പോൾ അവർക്ക് പേടിയായി. അവരെന്ത് ചെയ്തു? നേരെ ഓടി, ഒരു വീടിന്റെ ഫ്രണ്ടിലേക്ക് ഓടി. പക്ഷെ ആ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല. അപ്പൊ തുറക്കാത്തൊരു വാതിലാണ്. തുറക്കാത്ത വാതിൽ എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഈ സമയത്ത് ഒരു പേരുമില്ലാത്ത കണ്ടം വെച്ച് കോട്ട് ധരിച്ച ആ അപരിചിതൻ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. കുറച്ചു നേരം അവരെ നോക്കി ചിരിക്കുന്നു. കയ്യിലെ കത്തി എന്ത് ചെയ്യുന്നു? അവർക്ക് നേരെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ഡയലോഗ് മാത്രം, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പൊ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ആരാണ് ഈ അപരിചിതൻ? എന്തിനാണ് ഈ അച്ഛനും ബാപ്പയും ഇവർ ഫോളോ ചെയ്യുന്നത്? എന്താണ് ഇവർക്കുള്ള ഒരു പ്രശ്നം അല്ലേ? അങ്ങനെ ഒരുപാട് ചിന്തയുണ്ടാകും. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഒരു ഡയലോഗ് മാത്രം പറയുന്നു. ചിരിക്കുന്ന കത്തി ഇദ്ദേഹത്തിൻ്റെതാണ്.
സൃഷ്ടി സ്ഥിതി സംഹാരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. കണ്ടോ, പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിച്ചു. അപ്പോൾ രാജഹംസം കേട്ടോ എന്നുള്ളതായിട്ട് കണക്ട് ചെയ്യണം. ഇതിനകത്ത് അച്ഛനും ബാപ്പയും ചോദിച്ചിട്ടുള്ളതാണ്, രാജഹംസം ചോദിച്ചിട്ടുള്ളതാണ്, ചുവന്ന ഘടികാരം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കൃതികളാണ് മക്കളെ. അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കണ്ടേ നമുക്ക്? അപ്പൊ എങ്ങനെ ഓർത്തു വെക്കും? തുറക്കാത്ത വാതിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ഇപ്പൊ കഥ കണക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ KT മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ICRTയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പഠിച്ചു നോക്കുക. ഇനി മറക്കില്ലല്ലോ. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങനെ അത് റീകോൾ ചെയ്തെടുക്കുന്നു എന്നറിയാൻ വേണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. P. വത്സല ടീച്ചറെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇത് SCRT ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സാഹിത്യകാരിയാണ്. ടീച്ചർ തിരുനെല്ലിയുടെ കഥാകാരി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വയനാടിന്റെ കഥാകാരി എന്നും ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തിരുനെല്ലിയുടെ കഥാകാരി, വയനാടിന്റെ കഥാകാരി. പിന്നെ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? P. വത്സലയ്ക്കാണ്. കൃതിയില്ല, എഴുത്തച്ഛൻ പുരസ്കാരം അവർ ചെയ്തിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് P. വത്സലയാണ്. ഇനി പ്രധാന കൃതികളിലേക്ക് പോകാം. കൃതികളല്ലേ നമുക്ക് എപ്പോഴും പ്രശ്നം. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ കണക്ട് ചെയ്തിട്ട് പോകാം. ഇവിടെ എന്താ കണക്ട് ചെയ്യുന്നത്? ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, BA കഴിഞ്ഞതാണ് കേട്ടോ. BA ഒരു തുക BA കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഗൗതമൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്, ഗൗതമൻ. ഓക്കെ, ഈ ഗൗതമൻ എന്താണ്? എപ്പോഴും വിലാപമാണ്. എപ്പോഴും ഗൗതമന് വിലാപമാണ്. കാരണം ജോലിയൊന്നും ശരിയാവുന്നില്ല, ജോലിയില്ലേ എന്ന് നാട്ടുകാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു വിലാപമാണ്. അങ്ങനെ അടുത്തൊരു സ്വാമി വന്നു. അപ്പോൾ ആ സ്വാമിയെ കണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഗൗതമൻ, നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യാണ്? പോവുകയാണ് കേട്ടോ. BA വരെ പഠിച്ചാണ്, ഓർക്കണം, വിദ്യാസമ്പന്നനാണ്, BA വരെ പഠിച്ചതാണ്, ഗൗതമൻ എന്നുള്ളതാണ് പേര്. അങ്ങനെ ആ സ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നു. സ്വാമിയോട് പറയാണ്, സ്വാമിയുടെ അടുത്തെത്തുന്നു. അപ്പോൾ സ്വാമി കാണുമ്പോൾ തന്നെ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, എനിക്ക് ഭയങ്കര വിലാപമാണ്. ചോദിച്ചു, എന്താ കാര്യം? പറയും, ഞാനൊരു BA കഴിഞ്ഞ ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ അതാണോ പ്രശ്നം? വത്സ, നിന്റെ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് വിലാപമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സ്വാമിമാരങ്ങനെയല്ലോ, വത്സ പറയൂ, എന്താ പ്രശ്നം, എന്താണ് നിങ്ങൾ, അങ്ങനെയല്ല സ്വാമിമാർ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വത്സ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ ഇയാൾ പറയുന്നത്, വത്സ എന്നുള്ള എൻ്റെ പേര് ഗൗതമൻ എന്നാണ് കേട്ടോ. സ്വാമിയോട് പറയണം. അപ്പോൾ അത്രയും ബോധമുള്ളൂ. എൻ്റെ പേര് വത്സ എന്നല്ല, എൻ്റെ പേര് ഗൗതമൻ എന്നുള്ളതാണെന്ന് പറയാണ്. അപ്പോൾ ആയിക്കോട്ടെ, നിന്റെ പ്രശ്നം എന്താണ്? അപ്പോൾ ഇവൻ പറയാണ്, ഞാൻ BA വരെ പഠിച്ചു, എനിക്കൊരു ജോലിയൊന്നും ശരിയായിട്ടില്ല, ഒന്നും അങ്ങനെ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമം പറയാണ്. അപ്പോൾ നമ്മുടെ സ്വാമി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാമി ഒരു 1/2 കിലോ നെല്ല് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. 1/2 കിലോ നെല്ല് കൊടുത്തിട്ട് പറഞ്ഞു, ഈ നെല്ല് കൊണ്ടുപോയി നിന്റെ സ്ഥലത്ത് എന്ത് ചെയ്യണം? നീ ഈ വിത്ത് പാകണം. പാകിയിട്ട് നീ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ജലമൊഴിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പാകുക, ഉടനെ തന്നെ ആദ്യ ജലം ഒഴിക്കുക നിങ്ങൾ. എന്നിട്ട് നീ അതിൻ്റെ ഒരു വളർച്ച എന്താണെന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ വന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 1/2 കിലോ 1/2 കിലോ നെല്ലാണ് കൊടുത്തത്. ഓർക്കുക, 1/2 കിലോ നെല്ലാണ് കൊടുത്തത്. ഈ നെല്ലുമായിട്ട് നമ്മുടെ കഥാനായകൻ ഗൗതമൻ പോകുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊക്കെ ചെയ്തു, സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ആ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെയും വിലാപം. ഈ ചെക്കൻ്റെ മുഖത്ത് പിന്നെയും എന്താണ്? വിലാപമാണ്. അപ്പോൾ ചോദിക്കുന്നു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തില്ലേ? ഇപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പക്ഷേ ഈ കൂമംകൊല്ലി എന്ന് പറഞ്ഞ പ്രാണി വന്നിട്ട് എന്ത് ചെയ്തു? ആ നെല്ലൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. കൂമംകൊല്ലി എന്ന് പറഞ്ഞാൽ പ്രാണി വന്ന് നെല്ല് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു ഇടയ്ക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ഈ വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല, വെയിലൊക്കെ കൊണ്ടപ്പോൾ തന്നെ തലവേദന വരും, പ്രശ്നമാണ്, പ്രയാസമാണ്. അപ്പോൾ വെയിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും നോക്കിയില്ല. അത് നട്ടു ജസ്റ്റ് ആദ്യ ജലമൊക്കെ ഒഴിച്ച് പോന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കൂമംകൊല്ലി കൊന്നു. അപ്പോൾ സ്വാമിക്ക് ഇവൻ്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലായി. സ്വാമി എന്ത് ചെയ്തു? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് മാത്രമല്ല, അവൻ്റെ നിഴല് പോലും ഉറങ്ങുന്ന ഒരു രൂപമാണ്. നിഴല് പോലും ഉറങ്ങുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയവും ഉറങ്ങുന്ന ഒരു രീതിയാണ് അവനുള്ളത്. സദാസമയം ഉറങ്ങിക്കൊണ്ടിരിക്കുക, മടിയും അലസതയുമാണ് അവനുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ
സ്വാമി ഒരു വഴി കാണും, ഇവൻ ഒരു മടിയനാണ്, ഇവൻ്റെ മടി മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നാട്ടിൽ നിന്ന് ഇവനെ ഓടിക്കുക. അങ്ങനെ നമ്മുടെ സ്വാമി പറഞ്ഞു, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി നീ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, അമേരിക്കയിലേക്ക് പോകണം. അങ്ങനെ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. അപ്പം അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അവൻ്റെ കാര്യങ്ങളായിരുന്നാലും ജോലി ആയിരുന്നാലും എല്ലാം നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് വരും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് എന്ത് ചെയ്തു, നമ്മുടെ ഗൗതമൻ ആ ഒരു ഉപദേശം സ്വാമി നൽകി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ഗൗതമൻ, മടിയനായ ഗൗതമൻ്റെ കഥ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ആ പേര് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വാമി ഇവിടെ വിളിക്കുന്നുണ്ട് വത്സ വത്സ. അപ്പോൾ അതെന്താണ് കണക്ട് ചെയ്തത്? അപ്പോൾ ഈ വത്സല ടീച്ചറുടെ കൃതികളാണ് ഈ കഥയിൽ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കേട്ടോ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ KT മുഹമ്മദിന്റെ കൃതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വത്സ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പി വത്സല ടീച്ചറുടെ കൃതികളാണ്. ആ കഥയിലെ നായകന്റെ പേര് ഗൗതമൻ എന്നാണ് അല്ലേ. അപ്പോൾ ഗൗതമൻ ഒരു കൃതിയാണ്. അതുപോലെ വിലാപവും ടീച്ചറിന്റെ ഒരു കൃതിയാണ്. ഇത് വളരെ പലതവണ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ്. പിന്നെ നെല്ല്, 1/2 കിലോ നെല്ലല്ലേ കൊടുത്തത്. അതായത് ഇവൻ BA കഴിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ്, ജോലിയൊന്നും ശരിയാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ BA എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? BA നമുക്ക് കണക്ഷനാണ്. ഈ BA എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2ാമത്തെ അക്ഷരവും A എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 1ാമത്തെ അക്ഷരവുമാണ്. അപ്പോൾ 21, അതിൻ്റെ മുമ്പിൽ 2000 ചേർത്ത് 2021 കണ്ടോ. 2021 ഈ വത്സല ടീച്ചർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ചോദ്യം വരാറുണ്ട്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ്? പി വത്സല ടീച്ചർക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? BA കഴിഞ്ഞ ഗൗതമൻ. ആ BA എന്നുള്ളത് 21 നമ്മൾ കണക്ട് ചെയ്തിട്ട് ഓർക്കണം. ഓക്കെ. പിന്നെ 1/2 കിലോ നെല്ല് കൊടുത്തു സ്വാമി പരിഹാരത്തിനായല്ലേ. അപ്പോൾ 1/2 കിലം. അതുപോലെ നെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. കാരണം ടീച്ചറുടെ ആദ്യത്തെ നോവലാണ് ഈ നെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലെ ആദിവാസി ജീവിതത്തെക്കുറിച്ച്, വയനാടുമായിട്ട് ടീച്ചറിന് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ആദിവാസി ജീവിതത്തെക്കുറിച്ച് ടീച്ചർ എഴുതിയിട്ടുള്ള ആദ്യത്തെ നോവലാണ് നെല്ല്. ഇതും പലപ്പോഴും നെല്ല് ചോദിച്ചിട്ടുണ്ട്, 1/2 കിലം ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്ത് നോക്കുക കേട്ടോ, നെല്ല് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, ഈ നെല്ല് കൊണ്ടുപോയിട്ട് ആദിജലം ഒഴിക്കണം അല്ലേ. അപ്പം ആദിജലം എന്ന് പറയുന്നത് കേട്ടോ, ആദിജലം നോക്കിയേ, ഇതും ചോദിച്ചിട്ടുള്ളതാണ് ആദിജലം. പിന്നെ എന്ത് ചെയ്തു, ഈ ഗൗതമൻ കൃഷിയൊക്കെ ചെയ്തപ്പോൾ നശിച്ചു പോയി. എന്താ കാരണം പറഞ്ഞത്? കൂമൻകൊല്ലി അല്ലേ എന്ന പ്രാണി അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ കൂമൻകൊല്ലി എന്ന് പറയുന്നതും ടീച്ചറിൻ്റെ മറ്റൊരു കൃതിയാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, എനിക്ക് വെയിലായതുകൊണ്ട് അതൊന്നും പോയി നോക്കാൻ പറ്റില്ല അല്ലേ. സ്വാമി ചോദിച്ചില്ലേ ഇടയ്ക്കൊക്കെ പോയി നോക്കിക്കൂടെ എന്ന് പറഞ്ഞത്, വെയിലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ വെയിലൊന്നും കൊള്ളാത്തവനാണ്. അപ്പോൾ വെയിലുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് കൃതികളുണ്ട്. നോക്കി, പോക്കുവെയിൽ പൊൻവെയിൽ, അതുപോലെ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ ഉണ്ടോ, അവിടെ ഒക്കെ വെയിലുണ്ട്. മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ, പോക്കുവെയിൽ പൊൻവെയിൽ, ഇതൊക്കെ ടീച്ചറുടെ കൃതികളാണ്. പിന്നെ നിഴലുറങ്ങുന്ന വഴികൾ കണ്ടോ, അവരെ കണ്ണിലേക്കൊക്കെ നിഴൽ പോലും ഉറങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ഉറക്കക്കാരനാണ്. നിഴലുറങ്ങുന്ന വഴികൾ, വേറിട്ടൊരു അമേരിക്ക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറിട്ടൊരു അമേരിക്ക, നെല്ല്, 1/2 കിലം, ആദിജലം, കൂമൻകൊല്ലി, ഇതൊക്കെ നേരത്തെ പല പരീക്ഷകൾക്കും ചോദിച്ച് കണ്ടിട്ടുള്ള കൃതികളാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ആട്ടോ. അപ്പോൾ വേറിട്ടൊരു അമേരിക്ക, അവസാനം നമ്മുടെ സ്വാമി ഒരു ഐഡിയ പ്രയോഗിച്ച് അമേരിക്കയിലേക്ക് ഇവനെ അങ്ങോട്ട് എന്ത് ചെയ്യുക, കെട്ടിക്കുക. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചറുടെ കൃതികൾ കിട്ടി. അപ്പോൾ 2 പേരുടെ SCERT ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ കൃതികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് KT മുഹമ്മദ്, 2 പി വത്സല. ഇനി ഈ കഥ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നിങ്ങളിൽ നോട്ടില്ല, ഒരു സംഭവം നിങ്ങളുടെ കയ്യിലില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അതിനൊരു ടാസ്ക് തരാം. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ എഡ്സ്മാർക്ക് ലേണിംഗിൽ കേറ്ററ്റിൻ്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് ഇതേപോലെ മലയാളം ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെറിയ ചെറിയ കോഡുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ എഡ്സ്മാർക്കിലെ കേറ്ററ്റ് കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടാസ്കിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഇവിടെ ടാസ്ക് കൊടുക്കുകയാണ് കേട്ടോ. നോക്കേ, കുറച്ച് കൃതികളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയണം ഏതാണ് എന്നുള്ളത്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു നോട്ടും ഇല്ലാണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയും അല്ലേ.
കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഓരോന്ന് വായിക്കാം, നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ പറഞ്ഞു പോകാം. എന്നിട്ട് എല്ലാം ശരിയായിട്ടുള്ളവർ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം കേട്ടോ. 8 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കാം. ഊരും പേരും ആരുടേതാണ്? ഊരും പേരും കഥ കണക്ട് ചെയ്ത് ഓർക്കുക. ഊരും പേരും അല്ലേ? KT മുഹമ്മദിന്റെ അല്ലേ? ഊരും പേരും KT. ഊരും പേരില്ലാത്തൊരു അപരിചിതം നമുക്ക് കഥയിൽ പറഞ്ഞു. രാജഹംസം, രാജഹംസമേ ആരുടേതാണ്? KT മുഹമ്മദിന്റെയാണ്. കൂമൻ കൊല്ലി, കൂമൻ കൊല്ലി ഇതാക്കി പോയി എന്ന് പറഞ്ഞു അല്ലേ? വത്സ മോനെ നീ 1/2 കിലോ നെല്ല് കൊണ്ടുപോ. അപ്പൊ കൂമൻ കൊല്ലി നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ആരാണ്? P വത്സല ടീച്ചർ. ദെൻ കടൽപ്പാലം, പേടിച്ചോടി കടൽപ്പാലത്തെത്തി അല്ലേ? അത് KTയുടേതാണ്. അരക്കില്ലം, അരക്കില്ലം ആരുടേതാണ്? P വത്സല ടീച്ചർ. ആദിജലം, ആദിജലം ആരുടേതാണ്? P വത്സല ടീച്ചർ. നിഴലുറങ്ങുന്ന വഴികൾ, അവന്റെ കണ്ണ് നോക്കിയപ്പോൾ സ്വാമിക്ക് മനസ്സിലായല്ലേ ഇവനെന്താണ് ഏത് സമയത്ത് ഉറക്കം തന്നെയാണെന്നല്ലേ? വത്സ, അത് ഓർത്തോണ്ടാ ഡയലോഗ് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വത്സല ടീച്ചറിന്റെ കൃതികളാണെന്ന് ഓർമ്മ വരുള്ളൂ. അതുപോലെ ആ രാജഹംസം എന്നുള്ള പാട്ട് കേട്ടോ കേട്ടോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നിഴലുറങ്ങുന്ന വഴികൾ ആരുടേതാണ്? അത് P വത്സല ടീച്ചറുടേതാണ്. അപരിചിതൻ, അപരിചിതൻ ആരുടേതാണ്? KT മുഹമ്മദ്. കണ്ടോ 8 എണ്ണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, കാരണം കുറേ വ്യക്തികളും അവിടെ കുറേ കൃതികളും പഠിക്കാനുണ്ട്. അപ്പൊ ഇതേപോലെ കഥ കാണാപ്പാടം പഠിക്കണമെന്നില്ല. നമ്മുടെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ കഥകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ കഥയും കാണാപ്പാടം പഠിക്കാറില്ല. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് വരും. സോ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കൃതികളിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ 8 എണ്ണം ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾ ഇതിനകത്തേക്ക് സ്കോർ ചെയ്തു, ഫുള്ള് വാങ്ങിയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഫുള്ള് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചു. ഒരു നോട്ടും ഒരു സംഭവം ഇല്ലാണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. തുടർന്ന് നമ്മൾ SCRTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളിടും, സൈക്കോളജി ക്ലാസ്സുകളിടും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈസി ആയിട്ട് പഠിക്കാവുന്ന കോഡുകളും ടിപ്സുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് താഴെ അറിയിക്കുക. കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു എനർജി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ അറിയിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും താഴെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിൽ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.